അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ഹിജറ 2-ാം വർഷം റമദാൻ മാസം 17-ാം തീയതി നടന്ന വെള്ളിയാഴ്ച ദിവസം നടന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ 313 മുസ്ലിമീങ്ങളും അതുപോലെ 950ഓളം വരുന്ന ശത്രുക്കളും പങ്കെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ഈ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി ഒരു യുദ്ധത്തിനായി പുറപ്പെട്ടതല്ല, സാന്ദർഭികമായി അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. വളരെ ദുർബലരായിരുന്ന മുസ്ലിമീങ്ങളുടെ കൈവശം വെറും 70 ഒട്ടകങ്ങളും 2 കുതിരകളും ഏതാനും തുരുമ്പിച്ച വാളുകളും പരിചകളും മാത്രമേ ആയുധമായിട്ടുണ്ടായിരുന്നു. അത്ര ദുർബലരായ ആ മുസ്ലിമീങ്ങൾക്ക് 950ഓളം വരുന്ന ആചാനുബാഹുക്കളായ എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ സമാഹരിച്ച് ഭക്ഷണങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ആ സൈന്യങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ഒരു കരുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ 950 പേരെ നേരിടാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനോട് സഹായം തേടി, അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സംഭവം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയ സന്ദർഭം 1000 തുടരെയായി വരുന്ന 1000 മലക്കുകളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അപ്പോൾ ഈ ബദരീങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ്. അവർ അള്ളാഹുവിനോടാണ് സഹായം തേടിയത്. ഈ ബദർ യുദ്ധം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ബദരീങ്ങൾ ദുർബലരായിരുന്നുവെന്നും അവർ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തി അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്നുമാണ് യഥാർത്ഥത്തിൽ ബദർ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായിക്കൊണ്ട് ബദരീങ്ങളെ ഒരു അഭൗതികമായ ശക്തിയായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും സമൂഹത്തിൻ്റെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും പരിഹരിക്കാൻ ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു അധ്യാപനമാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബദർ മൗലൂദുകളിലും അതുപോലെ മജ്ലിസുൻ നൂറിലൊക്കെ ഈ രൂപത്തിലുള്ള ആശയങ്ങളാണ് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബദർമാല എന്ന് പറയുന്ന ഒരു കൃതി ബദർ മൗലൂദിലുണ്ട്. ആ ബദർമാലയുടെ 25-ാമത്തെ വരിയിൽ നമുക്ക് കാണാം, എന്നും കൊടുമാ മികന്തൊരു ദീനത്തിൽ അവരെ വിളിച്ചു ദുആനയിരുന്നെങ്കിൽ അന്നേരം തന്നെ ശിഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരുത്തരുമെന്നവർ. ഏതു കൊടിയ ദീനത്തിലും ബദരീങ്ങളെ വിളിച്ചിട്ട് ദുആന ഇരുന്നാൽ അന്നേരം തന്നെ ഉത്തരം കിട്ടും, ആ ദീനം മാറിക്കിട്ടുമെന്നാണ് ബദർമാലയിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ മജ്ലിസുൻ നൂറിൻ്റെ 8, 10, 11 വരികളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിൽ പഠിപ്പിക്കുന്നത്? എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബന. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരൻ ലഈനവൻ ആട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. അപ്പോൾ വസൂരിയും കോളറയും ദണ്ണങ്ങളുമൊക്കെ മാറാൻ, മരണസമയത്ത് സഹായം ലഭിക്കാൻ ബദരീങ്ങളെയാണ് അവലംബിക്കേണ്ടതെന്ന തരത്തിലാണ് സമൂഹത്തിൽ ഇന്ന് പഠിപ്പിച്ചു പോരുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ആത്മീയ പരിവേഷമാണ് ഇന്ന് ബദരീങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമൂഹം. യഥാർത്ഥത്തിൽ ബദരീങ്ങളിൽപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുള്ളത് പ്ലേഗ് ബാധിച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ സിറിയയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടത് പ്ലേഗ് ബാധിതനായിട്ടാണ്. ബദരീങ്ങൾ തന്നെ പങ്കെടുത്ത പല യുദ്ധങ്ങളും, ഉഹുദ് യുദ്ധം പോലെയുള്ള പല യുദ്ധങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബദരീങ്ങൾക്ക് സഹാബത്തോ താബിഈങ്ങളോ താബിഈങ്ങളോ മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള ഒരു അഭൗതികമായ പരിവേഷം നൽകി ഇന്ന് സമൂഹം ബദരീങ്ങൾ സഹായം തേടി അള്ളാഹുവിനെ ഒഴിവാക്കി അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറുവാൻ ബദരീങ്ങളോട് സഹായം തേടുന്ന, ബദരീങ്ങളെ തവക്കലാക്കുന്ന ഒരു സാഹചര്യം, ഒരു ദയനീയമായ ഒരു സാഹചര്യം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നു. ഇത് വിശ്വാസപരമായിട്ടുള്ള വലിയൊരു വ്യതിചലനമാണ്. യഥാർത്ഥത്തിൽ ബദർ സംഭവം പഠിപ്പിക്കുന്നത് ബദരീങ്ങൾ ദുർബലരായിരുന്നുവെന്നും അവർ രക്ഷപ്പെട്ടത് അള്ളാഹുവിനോട് സഹായം തേടി അള്ളാഹു സഹായിച്ചിട്ടാണ് എന്നുമാണ്. നാം ഇന്ന് ദുർബലരാണ്. നമ്മുടെ ഈ ദൗർബല്യത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പോംവഴി അള്ളാഹുവിനോട് സഹായം തേടുകയും ആ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ആ യഥാർത്ഥ വിശ്വാസം, ബദരീങ്ങൾ ഉൾക്കൊണ്ട ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ഇന്ന് സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള ആ വിശ്വാസ വൈകല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.